സാറേ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉക്രൈൻ ഭരണാധികാരി സെലൻസ്കിയും തമ്മിൽ മീറ്റിംഗ് കഴിഞ്ഞ ശേഷം അടിച്ചു പിരിഞ്ഞു. ഇതിനുശേഷം സെലൻസ്കി നേരെ പോകുന്നത് ബ്രിട്ടനിലേക്കാണ്. അവിടെ ചെല്ലുമ്പോൾ സ്റ്റാമർ നൽകുന്ന ഉറപ്പ് ആയുധങ്ങൾ ഉൾപ്പെടെ വാങ്ങാനുള്ള സഹായം ഉക്രൈന് നൽകാമെന്നാണ്. എങ്ങനെയാണ് ഈ ഒരു വ്യത്യാസത്തെ നമുക്കൊന്ന് വായിച്ചെടുക്കാൻ പറ്റുക? നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ, ഈ ആദ്യം മുതലേ ചർച്ച ചെയ്യുന്നുണ്ട്, യൂറോപ്പും അമേരിക്കയും വഴി പിരിയുന്നു എന്നൊക്കെ പറഞ്ഞ് ആദ്യമേ ചർച്ച ചെയ്ത ചാനലാണ് നമ്മുടെ. അതെ. അപ്പോൾ യു ആർ വെരി വെരി വെൽക്കം എന്നാണ് സ്റ്റാമർ സ്വാഗതം ചെയ്തുകൊണ്ട് പറഞ്ഞത് സെലൻസ്കിയെ. വളരെ സന്തോഷത്തോട് കൂടി കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ വ്യാഴാഴ്ച സ്റ്റാമർ വാഷിങ്ടണിൽ ട്രംപിനെ കണ്ടിരുന്നു. അതെ. അപ്പോൾ അവർ തമ്മിലുള്ള സംയുക്ത പത്രസമ്മേളനം, സാധാരണ ഈ രാഷ്ട്രത്തലവന്മാർ കണ്ടാൽ സംയുക്ത പത്രസമ്മേളനം നടക്കുമല്ലോ, രണ്ടുപേരുടെ കൊടിയൊക്കെ വെച്ചിട്ട്. അപ്പോൾ മോദിയെ കണ്ട ശേഷമുള്ളത് വളരെ വാംത്തുള്ളതായിരുന്നു, വളരെ സ്നേഹത്തോടു കൂടി മൈ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ചെയ്തത്. അത്രയും വാംത്ത് ഈ സ്റ്റാമറും മറ്റേ ട്രംപും തമ്മിലുള്ള സംയുക്ത പത്രസമ്മേളനത്തിൽ ഉണ്ടായിരുന്നില്ല. സ്റ്റാമറുടെ ഒരു ഭാഗം വിശദീകരിക്കുമ്പോൾ ട്രംപ് ഇടയ്ക്ക് കയറുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ പക്ഷെ വാർത്തകളിലൊക്കെ വന്നത് എക്സ്റ്റാറ്റിക് ഹാപ്പി എന്നൊക്കെ പറഞ്ഞ രീതിയിലൊക്കെയാണ് വന്നത്. വലിയ സന്തോഷവും, പിന്നെ ഈ ചാൾസ് രാജാവിനെ പറ്റി ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് വന്നത്. വെടിനിർത്തൽ താമസിയാതെ ഉണ്ടാകും എന്ന് സംസാരിച്ചു എന്നൊക്കെയുള്ള തരത്തിലൊക്കെ വാർത്തകൾ വന്നിരുന്നു. പക്ഷെ അത് അത്ര നന്നായിട്ടല്ല ആ ചർച്ച പോയിരുന്നതെന്നാണ് ഇവരുടെ പെരുമാറ്റം കാണുമ്പോൾ നമുക്ക് തോന്നുമായിരുന്നത്. സെലൻസ്കിയുടെ ഇതിലാണെങ്കിൽ സെലൻസ്കിയും ട്രംപും കൂടിയൊക്കെ ഇരിക്കുന്ന ആ സ്ഥലം തന്നെ ഓവൽ ഓഫീസിലൊരു മര്യാദക്കുള്ള സ്ഥലത്താണോ ഇരുത്തിയിരിക്കുന്നതെന്നുള്ള സംശയമൊക്കെ വരുമായിരുന്നു. ഇവർ 3-4 പേരും കൂടി ഒരു സോഫയിൽ ഇടിച്ചിരിക്കുന്നത് പോലത്തെ ഒരു ഒരു തോന്നലാണ് നമുക്കതിൽ നിന്ന് കിട്ടുമായിരുന്നത്. എന്തോ ഭാഗ്യത്തിന് ആ ഇരിക്കുന്ന കസേരയുടെയൊക്കെ കാലൊടിഞ്ഞിരുന്നില്ല എന്ന് തോന്നത്തക്ക വിധത്തിലായിരുന്നു സംഗതി, അല്ലേ? സെലൻസ്കി എപ്പോൾ വീഴും എന്നൊക്കെയുള്ള മട്ടില് ഇരിക്കുന്നത് പോലെ. അപ്പോൾ എന്തോ സെലൻസ്കിയെ അത്ര താല്പര്യത്തോടു കൂടിയല്ല വെൽക്കം ചെയ്തതെന്ന് തന്നെയുള്ള വ്യക്തമാണ്. പിന്നെ ആ മിനറൽസിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചൊന്നുമില്ല. വെടിനിർത്തലിനെ പറ്റിയിട്ടാണ് അതിൽ സംസാരിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ വെടിനിർത്തലിനെ പ്രേരിപ്പിക്കുക സെലൻസ്കി ആദ്യം, അതിനുശേഷം മിനറൽ കരാർ ഒപ്പിടുക എന്നുള്ളതായിരിക്കും. ഇതിൻ്റെ കൂട്ടത്തിൽ വേറൊരു ആഖ്യാനവും ഇന്നലെ CNN ചാനലിൽ കണ്ടു. ഒരു പ്രൊഫസർ വന്നിരുന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഈ ഇല്ലാത്ത മിനറലിനെ സംബന്ധിച്ച കരാറാണിത്. അതായത് ഒരു ആഖ്യാനം അങ്ങനെ വരുന്നുണ്ട്, അവിടെ മിനറലുകൾ ഈ ധാതു സമ്പത്തില്ല എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ, ഒരു താരാ കർത്ത എന്ന് പറഞ്ഞിട്ട് മലയാളിയായിരിക്കും, ഡൽഹിയിലെ ഏതോ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറാണ് അവരും ഈ സ്കോളർ പറയുന്നത് ശരിയാണ്, അവിടെ ഈ ധാതുക്കൾ ഇല്ല എന്ന് ഇങ്ങനെ പറഞ്ഞത് ശരിയാണെന്ന് CNN പറയുന്നുണ്ടായിരുന്നു. ആ ആഖ്യാനം ഒരു വ്യാജ ആഖ്യാനം ആയിട്ടാണ് പൊതുവെ കരുതുന്നത്. അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ട്രംപ് മണ്ടനാണ് എന്ന് വരുത്താൻ കുറേ താല്പര്യം ഉണ്ടാവുമല്ലോ. ഈ NGOകളിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇങ്ങനെ ഒക്കെ സംസാരിക്കുന്ന ആളുകൾ, അവിടെ ഇതൊക്കെ ഉണ്ട് എന്നുള്ളത് നേരത്തെ സോവിയറ്റ് യൂണിയൻ്റെ കാലത്തെ ജിയോളജിക്കൽ സർവേയിൽ വ്യക്തമാണ്. അമേരിക്കൻ ജിയോളജിക്കൽ സർവേക്കാണ് കൂടുതൽ വിവരമുള്ളത്, അതിലും ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. ഈ ഡോൺബാസ്, ഈ കരാർ വരുമ്പോൾ യുക്രൈനിലെ ഈ ഡോൺബാസ് മേഖല റഷ്യക്ക് വിട്ടുകൊടുക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ NBC അമേരിക്കൻ മാധ്യമങ്ങളുടെ സൈറ്റുകളും ഒക്കെ നമ്മൾ നോക്കിയാൽ ഉണ്ടെന്ന് തന്നെയാണ് കാണുന്നത്. പക്ഷേ ഇപ്പോൾ റഷ്യൻ അധിനിവേശത്തിലുള്ള സ്ഥലങ്ങളിലാണ് 40% ധാതു സമ്പത്ത് എന്നൊരു റിപ്പോർട്ടിൽ ഞാൻ വായിച്ചു, NBCയുടെയോ മറ്റോ. അങ്ങനെയാണെങ്കിൽ 60% യുക്രൈൻ്റെ മറ്റേ ഭാഗത്ത് കാണണമല്ലോ. അപ്പോൾ മാത്രമല്ല, അപ്പോൾ ഈ വക സംഗതികളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ജോലിയിലാണ് എൻ്റെ മകൻ ഏർപ്പെട്ടിരിക്കുന്നത്. മകനോട് ഞാൻ ഇത് പറഞ്ഞപ്പോൾ മകൻ പറഞ്ഞു, അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ യുക്രൈന് പിന്നെ ഒരു യുക്രൈനെ കാണുന്നത് നമ്മൾ 100% പോയി കഴിഞ്ഞാൽ, അപ്പോൾ യുക്രൈനിൽ
പൂർണ്ണമായ ആ ഉക്രൈനിൽ തന്നെ ഉണ്ടല്ലോ അതെ സംഗതികൾ ഉള്ളത്. അപ്പോൾ അങ്ങനെയും ഒരു ആഖ്യാനം, ഇല്ലാത്ത മിനറലിനെ പറ്റി എന്നിട്ടൊരു ആഖ്യാനം, ട്രംപിന് വിവരം ഉണ്ടായിട്ട് അതിൻ്റെ കടലാസൊക്കെ എടുത്തിട്ടല്ലേ ഇത് പറയുന്നതും ട്രംപ് സംസാരിക്കുന്നതും ഒക്കെ. അപ്പം അങ്ങനത്തെ ഒരു കരാറ് എന്തായാലും വരുന്നുള്ളത് ഉറപ്പാണ്. ആ $500 ബില്യൺ മുടക്കിയത് തിരിച്ചു കിട്ടുന്നത് വരെ ഉണ്ടാവുന്നുള്ളത് ഉറപ്പാണ്. ഞാനിത് ഇങ്ങനൊരു വ്യാജാഖ്യാനം അന്തരീക്ഷത്തിൽ വരുന്നുണ്ട് എന്നുള്ളത് പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അപ്പോൾ സ്റ്റാമർ സെലൻസ്കിയും കൂടി ഒപ്പുവെച്ച ഇന്നലെ കരാറിൽ 2.26 ബില്യൺ പൗണ്ട് ആയുധം വാങ്ങാൻ സെലൻസ്കിക്ക് സഹായം കൊടുക്കുന്ന കരാറിൽ ഒപ്പുവെച്ചു. അത് ബ്രിട്ടൻ അത്രയും പകരം കൊടുക്കും. ബ്രിട്ടൻ 2.26 ബില്യൺ പൗണ്ട് കൊടുക്കും. ഇത് നമ്മൾ ഇന്ത്യൻ രൂപയിലേക്ക് കൺവെർട്ട് ചെയ്താൽ 20,507 കോടി രൂപ. വൻ പണമാണല്ലോ, വലിയ തുകയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഡീൽ ഒപ്പിട്ടു ഇന്നലെ. അപ്പോൾ സത്യത്തിൽ ഈ അമേരിക്ക യൂറോപ്പ് അകൽച്ച വലിയ, അതിന് വേറെയും കാരണങ്ങളുണ്ട്. ഈ കഴിഞ്ഞ ദിവസം യൂറോപ്യൻ യൂണിയൻ കൗൺസിലിന്റെ പ്രസിഡന്റ് ഉർസുല വന്നിരുന്നില്ലേ? അതിന്റെ പിന്നിൽ വേറെ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. സാർ, അതിനകത്തൊരു സംശയം എന്ന് പറയുന്നത്, ഈ അമേരിക്കയുടെ ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ടല്ലേ നമ്മൾ എപ്പോഴും ബ്രിട്ടനെ കണ്ടിരുന്നത്. ആ ബ്രിട്ടൻ ഇങ്ങനെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ചെയ്യുന്ന പോലെയല്ലോ. അമേരിക്കയിൽ ഒരു പ്രസിഡന്റ് ആയാൽ മുമ്പുണ്ടായിരുന്ന കീഴ്വഴക്കം ആദ്യം ബ്രിട്ടൻ സന്ദർശിക്കുക എന്നുള്ളതായിരുന്നു. കാരണം ബ്രിട്ടനിൽ നിന്നൊക്കെയുള്ള കുടിയേറ്റക്കാര് ആണല്ലോ അമേരിക്കയിലേക്ക് പോയതുമൊക്കെ. ബോസ്റ്റൺ ടീ പാർട്ടി എന്നൊക്കെ പറയുന്നത് അവിടുത്തെ ഗോത്രവർഗക്കാരിലേ ഉണ്ടായിരുന്നത്, റെഡ് ഇന്ത്യൻസ് എന്നൊക്കെ പറയുന്നത്. അവരെയൊക്കെ ഉന്മൂലനം ചെയ്യല്ലേ ചെയ്തത്. ലാസ്റ്റ് ഓഫ് ദി മൊഹിക്കൻസ് എന്ന് പറഞ്ഞൊരു ക്ലാസിക് പുസ്തകമുണ്ട് ഈ ഗോത്രവർഗക്കാരുടെ ഉന്മൂലനത്തിനെ സംബന്ധിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷേ ട്രംപ് വന്നപ്പോൾ ആദ്യം അദ്ദേഹം പോയത് സൗദി അറേബ്യയിലേക്കാണ്, ആദ്യത്തെ ഊഴത്തിൽ തന്നെ. അതുപോലെ തന്നെയാണ് ഇത്തവണയും സംഭവിക്കുക എന്നാണ്. അമേരിക്കയ്ക്ക് പുറത്തേക്ക് അദ്ദേഹം പോകുമ്പോൾ സൗദിയിലേക്കായിരിക്കും ആദ്യം പോവുക എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇത് വായ്പയായിട്ടാണ് കൊടുക്കുന്നത്. ഇത് കീ പോസ്റ്റ് ഉക്രൈനിലെ, അതിലാണ് ഈ വാർത്ത ആദ്യം വന്നത്. അപ്പോൾ G7 രാജ്യങ്ങളുടെ അസാധാരണ റവന്യൂ ആക്സിലറേഷൻ ക്രെഡിറ്റ് വായ്പ, ERA, അടിയന്തര വായ്പ, ഈ ആയുധം വാങ്ങാനും പ്രതിരോധശേഷി കൂട്ടാനും യുക്രൈന് നേരത്തെ 2024 ഒക്ടോബറിൽ, കഴിഞ്ഞ കൊല്ലം ഒക്ടോബറിൽ പ്രഖ്യാപിച്ചിരുന്നു ആയുധം വാങ്ങാൻ $50 ബില്യൺ വായ്പ കൊടുക്കും എന്നാണ് തീരുമാനിച്ചിരുന്നത്. വലിയ തുകയാണ് G7 രാജ്യങ്ങൾ. അപ്പോൾ അന്ന് ഈ തീരുമാനത്തിൻ്റെ ഭാഗമായിരുന്നു അമേരിക്ക. പ്രധാനപ്പെട്ട സംഭാവന G7 രാജ്യങ്ങളായാലും അമേരിക്കയുടേതായിരുന്നു. ഇപ്പം നാറ്റോയിൽ യുക്രൈന് കൊടുക്കുന്ന പ്രതിരോധ സഹായം ഉണ്ടല്ലോ, നാറ്റോ രാജ്യങ്ങൾ മൊത്തത്തിലെടുത്താൽ അതിൽ 22% അമേരിക്കയുടെയാണ്. മൊത്തം രാജ്യങ്ങൾ 22% അമേരിക്ക കൊടുക്കുന്നതാണ് അല്ലേ? നാറ്റോ യുക്രൈന് കൊടുക്കുന്ന സഹായത്തിൽ തന്നെ അത്. അപ്പോൾ G7 രാജ്യങ്ങൾ അന്ന് തീരുമാനിച്ചിരുന്നു. അതിൽ 20 ബില്യൺ, 50 ബില്യണിൽ 20 ബില്യൺ പങ്ക് അമേരിക്കയുടേത് ആണെന്നാണ് തീരുമാനിച്ചിരുന്നത് G7 രാജ്യങ്ങളിൽ. പിന്നെ ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി. ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി 3 രാജ്യങ്ങളും കൂടി 19.4. അമേരിക്കയുടെ മൊത്തത്തിനേക്കാൾ താഴെയാണ് 3 യൂറോപ്യൻ രാജ്യങ്ങളും കൂടി. പിന്നെ 10 ബില്യൺ വരുമല്ലോ, അതിൽ കാനഡ 3.7, ജപ്പാൻ 3.07, ബ്രിട്ടൻ 2.8. ഇങ്ങനെയായിരുന്നു. ഇത് മുഴുവൻ കൊടുത്തിട്ടൊന്നുമില്ല G7. വാഗ്ദാനം ചെയ്തതിൽ ചെറിയ പങ്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇനി അമേരിക്കയുടെ പങ്ക് കൊടുക്കുകയില്ലല്ലോ G7 രാജ്യങ്ങളിൽ. അപ്പോൾ ഇതെങ്ങനെ കൊടുക്കാമെന്നാണ് യൂറോപ്യൻ രാജ്യങ്ങൾ തീരുമാനിച്ചതെന്നറിയാമോ? അമേരിക്കയൊക്കെ റഷ്യയുടെ അവിടെയൊക്കെയുള്ള സ്വത്തുക്കളൊക്കെ മരവിപ്പിച്ചിട്ട് അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് കൊടുക്കാമെന്നാണ് തീരുമാനിച്ചത്. അത് ലേലം ചെയ്തിട്ടൊക്കെ ഓരോ തുറമുഖങ്ങളിലുള്ള കപ്പലുകളും ഒക്കെ പിടിച്ചിട്ടിട്ടുണ്ടല്ലോ റഷ്യയുടെ ചരക്ക്
സ്വത്തുക്കൾ കെട്ടിടങ്ങളായിട്ടും ഒക്കെ ഉണ്ട്, ബാങ്ക് നിക്ഷേപങ്ങളും ഒക്കെ. അങ്ങനെ കൊടുക്കാം എന്നാണ് തീരുമാനിച്ചിരുന്നത്. അപ്പോൾ ഈ വെസ്റ്റേൺ കൺട്രീസിൽ അമേരിക്കയിലും യൂറോപ്പിലുമായിട്ട് $300 ബില്യൺ സ്വത്ത് മരവിപ്പിച്ചിട്ടിട്ടുണ്ട് റഷ്യയുടെ. അതിൻ്റെ വാർഷിക വരുമാനം $3.2 ബില്യൺ വരും എന്നാണ് കണക്ക്. അപ്പോൾ ഇത് കൂടുതൽ യൂറോപ്പിലാണ്. അപ്പോൾ കൊടുക്കാനുള്ള പണവും ഉണ്ടായിരുന്നു G7 രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് തന്നെ എടുത്തിട്ട്, സ്വന്തമായിട്ട് കയ്യിൽ നിന്നിട്ട് കൊടുക്കുന്നതല്ലാതെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നതാണ്. ഇനി G7 അല്ലേ ഈ സഹായം ഒന്നും കിട്ടില്ല. അമേരിക്ക പലതിൽ നിന്നും പിൻവാങ്ങുക, നമ്മൾ വേൾഡ് ബാങ്കിൽ നിന്നും IMF-ൽ നിന്നും വരെ പിൻവാങ്ങുന്നത് ചർച്ച ചെയ്തിരുന്നല്ലോ അമേരിക്ക ആലോചന. അപ്പോൾ ഈ ജനുവരിയിൽ, ഈ കഴിഞ്ഞ ജനുവരിയിൽ ഈ മറ്റേ സ്റ്റാമറും സെലൻസ്കിയും തമ്മിൽ കീവിൽ പോയിരുന്നു സ്റ്റാമർ. എന്നിട്ട് 100 വർഷത്തെ പങ്കാളിത്ത ഉടമ്പടി 2 രാജ്യങ്ങളും കൂടി ഒപ്പിട്ടിരുന്നു, 100 വർഷത്തെ. അപ്പോൾ ബ്രിട്ടൻ ആ ഉടമ്പടി ഉണ്ടല്ലോ, ബ്രിട്ടൻ എന്തായാലും യുക്രൈൻ്റെ കൂടെ ആയിരിക്കും. ജർമ്മനി, ഫ്രാൻസ് എല്ലാവരും കൂടെയാണെന്നല്ലോ. നാറ്റോയുടെ ചീഫ് മാർക്ക് റട്ടി ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, അമേരിക്കയുമായിട്ടുള്ള അകൽച്ച പറഞ്ഞു തീർക്കണം സെലൻസ്കി എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ട്രംപിനോട് നന്ദി പറഞ്ഞോ എന്ന് വാൻസ് ചോദിച്ചില്ലേ അവിടെ ഇന്നലെ ഒരു നീണ്ട പോസ്റ്റിൽ ട്രംപിനോട് സെലൻസ്കി നന്ദി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയുടെ സഹായം ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നും സെലൻസ്കി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ വീണ്ടും വിചാരവും ഉണ്ടായിട്ടുണ്ടാകാം. അപ്പോൾ ആ ചർച്ച തൽക്കാലം മരവിച്ചെങ്കിലും അമേരിക്ക ഇല്ലാതെ ഒന്നും സെലൻസ്കിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം സെലൻസ്കിയുടെ തന്നെ അസ്തിത്വത്തിന് ഭീഷണിയുണ്ട്. അവിടെ വേറെ പ്രസിഡന്റിനെ വെക്കാനും ഒക്കെ അമേരിക്ക വിചാരിച്ചാൽ പറ്റും. അതാണ്. അപ്പോൾ ഏകാധിപത്യ സ്വഭാവം കാണിക്കുന്ന ഒരാളാണ് സെലൻസ്കി എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.